കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും കെ ആന്റണിയും ഒക്കെ നിറഞ്ഞു നിന്ന സമയത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ട് പ്രബലമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു തെന്നൽ പോലെ ഇടപെട്ടു എന്നൊക്കെ ആലങ്കാരികമായിട്ട് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു തെന്നല ബാലകൃഷ്ണൻ. തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചിരിക്കുന്നു. ഒരു തെന്നല യുഗത്തിന് വിരാമം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ആ വാർത്തയെക്കുറിച്ച് പറയാൻ കഴിയുക. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ തെന്നലയെ പോലെയുള്ളവർ അപൂർവമായിരുന്നു. ജനസേവനമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന നേതാവ്. അധികാര മൽപ്പിടുത്തങ്ങൾക്കിടയിൽ പരിഭവമില്ലാതെ പദവി ഒഴിഞ്ഞു നൽകിയ തെന്നല കോൺഗ്രസിന്റെ സൗമ്യനായ മുഖം കൂടിയായാണ് നേതാക്കൾ ഓർക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം എന്നും അക്ഷീണമായി നീതിമാനെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് ബാക്കി പല ഭൂകമ്പങ്ങളും പൊട്ടിത്തെറികളും ഒഴിവാക്കാൻ സാധിച്ചു. എത്രയോ പതിറ്റാണ്ട് കാലം പക്വതയാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് നേതാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകിയ നേതാവായിരുന്നു ബാലകൃഷ്ണൻ സാർ. കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യ നേതൃത്വമായിരുന്നു. ശാന്തതയുടെയും നന്മയുടെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പര്യായമായിരുന്നു ശ്രീ തെന്നല സാർ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 99 സീറ്റിൽ വിജയിച്ചപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അനുസരിച്ച് അദ്ദേഹത്തിനോട് പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം എന്ന് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ ഒരു വിസമ്മതവും കൂടാതെ അദ്ദേഹം അന്ന് പ്രസിഡന്റ്ഷിപ്പ് എന്നെ ഏൽപ്പിച്ച സന്ദർഭം ഞാൻ ഓർക്കുക. ശൂരനാട്ടെ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റായി തുടക്കം. തുടർന്ന് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത്. നിയമസഭയിലും രാജ്യസഭയിലും നാടിന്റെ ശബ്ദമായി മാറി. ഏക്കർ ഭൂമിയുടെ ഉടമയായിരുന്നതിൽ നിന്ന് 11 സെന്റിൽ അദ്ദേഹത്തെ എത്തിച്ചതിലും വലിയ ഉദാഹരണമില്ല തെന്നലെന്ന രാഷ്ട്രീയക്കാരൻ എന്തായിരുന്നെന്ന് മനസ്സിലാക്കാൻ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കാരണവർ കളമൊഴിയുന്നത് പുതുതലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ മാതൃകയായി മാറാവുന്ന തന്റെ ജീവിതാധ്യായം തുറന്നുവെച്ചിട്ടാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.